സോ ഹായ് ഓൾ അവസാനത്തെ സെക്ഷൻ ആണ് കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ടു സിമിലർ സോണോമീറ്റർ വയർ. സോണോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്താന്ന് ഇപ്പൊ നോക്കണ്ട, അതിൽ തന്നത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോണോമീറ്ററിന് രണ്ട് വയറാണ് ഉണ്ടാവുക. മെയിൻ ആയിട്ട് സോണോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് രണ്ട് വയർ ഉണ്ടാവും. ഓക്കെ, സോണോമീറ്റർ വയർ അണ്ടർ സെയിം ടെൻഷൻ. ഓക്കെ, അപ്പൊ സെയിം ടെൻഷൻ എന്ന് പറയുമ്പോൾ ടി സെയിം ആണെന്ന് എഴുതി വെക്കുക. ടെൻഷൻ സെയിം ആണ്. മെയിൻറ്റെയിൻഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് 500 ഹെർട്സ്. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 500 ഹെർട്സ് ആണെന്ന് എഴുതി വെച്ചു. ഓക്കെ, by what amount the tension be increased in one wire so that the two wire produces 5 beat per second. ഓക്കെ, അപ്പോ എന്താണ് അവിടെ പറഞ്ഞത്? അതായത് ഇവിടുത്തെ ബീച്ച് ടൈം തന്നിട്ടുണ്ട്. എത്ര? ഇവിടുത്തെ ബീച്ച് ടൈം തന്നിട്ടുണ്ട്. എത്ര ബീച്ച് ടൈം തന്നിട്ടുണ്ട്? 5 ബീച്ച് പെർ സെക്കൻഡ് ആണ്. 5 ആണ് ബീച്ച് ടൈം. എങ്ങനെ കാണും? 1 ഡിവൈഡ് ബൈ ന്യൂ2 മൈനസ് ന്യൂ1 അല്ലെ? ന്യൂ2 മൈനസ് ന്യൂ1, അതായത് 1 ഡിവൈഡ് ബൈ F2 മൈനസ് F1 അല്ലെങ്കിൽ F1 മൈനസ് F2. എന്തൊക്കെ വന്നാലും ഇത് അതിന്റെ ഒരു ചേഞ്ച് ആണല്ലോ അല്ലെ? അതായത് ചേഞ്ച് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോറി ചേഞ്ച് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 1 ബൈ ന്യൂ2 മൈനസ് ന്യൂ1. സോ ബീച്ച് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിന്റെ ചേഞ്ച് തന്നെയാണ്. കാരണം 1 ബൈ എന്താ പറയാ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ടൈമാണ്. സോ ബീച്ച് ടൈം എന്ന് പറഞ്ഞാൽ 5 ബീറ്റ് പെർ സെക്കൻഡ് പ്രൊഡ്യൂസസ് 5 ബീറ്റ് പെർ സെക്കൻഡ് എന്നാ പറഞ്ഞത്. അതായത് ബീച്ച് ടൈം അല്ല, ബീറ്റ് തന്നിട്ടുള്ളത്, ബീറ്റ് ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്. എത്ര? ബീച്ച് ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത് 5 എന്ന്. ഓക്കെ, ബീറ്റ് ഫ്രീക്വൻസി എങ്ങനെ കാണാം? ന്യൂ2 മൈനസ് ന്യൂ1. ഓക്കെ, അതായത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ന്യൂ2 മൈനസ് ന്യൂ1 എന്നാണ്. അതായത് ഇത് ചേഞ്ച് ആണല്ലോ. ചേഞ്ചിന് നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്ക് ഡെൽറ്റ ന്യൂ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മൈനസ് ചെയ്ത് തന്നെയായിരിക്കും ബീച്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. സോ 5 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ന്യൂ എന്ന് കൊടുക്കുകയാണ്. കാര്യമുണ്ട്. നമ്മളോട് പറഞ്ഞ എന്താണ്? എത്രയാണ് ടെൻഷൻ? അതായത് ഇവർ തമ്മിലുള്ള ഫ്രീക്വൻസി 5 ആകുമ്പോൾ എത്രയാണ് ടെൻഷൻ കൂടുക? എത്ര പെർസെന്റേജ് ടെൻഷൻ ആണ് കൂടുക? ടെൻഷൻ ഓക്കെ രണ്ടുപേർക്കും സെയിം ആണ്, പക്ഷെ എത്രയോ പെർസെന്റേജ് ടെൻഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് എത്രയാണെന്നാ പറഞ്ഞത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? ന്യൂ ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു റൂട്ട് ഓഫ് എന്താ പറയാ ടി ബൈ മ്യൂ ആണെന്ന്. ഓക്കെ, സോണോമീറ്ററിന്റെ വയർ എന്ന് പറഞ്ഞാൽ അത് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? മൊത്തം സ്ക്വയർ ചെയ്യാം. LHS ആർച്ചസും സ്ക്വയർ ചെയ്തോ. LHS സ്ക്വയർ ചെയ്യണം, RHS സ്ക്വയർ ചെയ്യണം. സോ ന്യൂന്റെ സ്ക്വയർ എന്താ വരിക? ന്യൂ സ്ക്വയർ ആണ് വരിക അല്ലെ? ന്യൂന്റെ സ്ക്വയർ എന്താണ്? ന്യൂ സ്ക്വയർ. സോ ന്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/12ന്റെ സ്ക്വയർ എത്ര വരും? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, Lന്റെ സ്ക്വയർ L സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഇത് മൊത്തം സ്ക്വയർ എടുത്താൽ ആ റൂട്ട് അങ്ങോട്ട് പോയിട്ട് എന്താവും? വെറും ടി ബൈ മ്യൂ ആവും. ഓക്കെ, വെറും ടി ബൈ എന്ത് വരും? മ്യൂ ആകും. ഓക്കെ, രണ്ടിന്റെയും ലെങ്ത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ ലെങ്ത് നമുക്ക് ഇനി അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലീനിയർ മാസ് ഡെൻസിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ടെൻഷനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഉള്ള ഈ 4L സ്ക്വയർ അതേപോലെ മ്യൂ, ഇതിനൊക്കത്തിനെയും ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ഓക്കെ, 1/4L സ്ക്വയർ മ്യൂനെ ഞാൻ ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് കെ. ഓക്കെ, ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് കെ. ഓക്കെ, ബാക്കി കോൺസ്റ്റന്റ് ആയതിന്റെ ഒറ്റ പേര് എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കെ ഇൻറ്റു ടെൻഷൻ, കെ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ ഡയമെൻഷൻ അനാലിസിസ് പെർസെന്റേജ് എറർ നമുക്ക് കാണാൻ അറിയാം. ഓക്കെ, പെർസെന്റേജ് എറർ എങ്ങനെ കാണാം? സപ്പോസ് എന്താ പറയാ, പെർസെന്റേജ് എറർ അല്ലെങ്കിൽ റിലേറ്റീവ് പെർസെന്റേജ് എററിന് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്നാണ് നമ്മൾ എഴുതുക അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എ ക്യൂബിന്റെ പെർസെന്റേജ് എറർ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതിയാൽ മതി. അതായത് ഇൻറ്റു 100. ഓക്കെ, അതായത് പവറിനെ നിങ്ങൾ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതാം. നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സപ്പോസ് എച്ച് സ്ക്വയറിന്റെ പെർസെന്റേജ് എറർ എന്താണ്? എച്ച് സ്ക്വയറിന്റെ പെർസെന്റേജ് പറഞ്ഞാൽ ഈ പവറിനെ നമുക്ക് കോഎഫിഷ്യന്റ് ആക്കി എഴുതാം. അതായത് 2 ഇൻറ്റു ഇതിന്റെ എച്ചിന്റെ പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ബൈ എച്ച് ആണ്. അത് ഇൻറ്റു 100 ആയിരിക്കും. ഇനിയിപ്പോ സപ്പോസ് വിചാരിക്കാം, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞുതരാണ്. സപ്പോസ് നിങ്ങൾ വിചാരിക്കപ്പോ നമുക്കിപ്പോ വി റൈസ് ടു 5 ഇതിന്റെ പെർസെന്റേജ് എറർ എങ്ങനെ എഴുതാം? പവർ നമ്മൾ കോഎഫിഷ്യന്റ് ആക്കുക. ആദ്യം അതിനെ എങ്ങനെ എടുത്ത് എഴുതാം? 5 ഇൻറ്റു വിന്റെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആയിരിക്കും. സോ അതേപോലെ ന്യൂ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂ സ്ക്വയറിന്റെ പവർ 2 ആണ്. സോ അതിന് കോഎഫിഷ്യന്റ് ആയിട്ട് 2 ഇൻറ്റു ഡെൽറ്റ എന്താണ്? ന്യൂ ബൈ ന്യൂ എന്ന് എഴുതാൻ പറ്റും. അതേ ഈസ് ഈക്വൽ ടു കെക്ക് നമുക്ക് ഒരിക്കലും എന്താ പറയാ ഇല്ല. അപ്പൊ കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടിന്റെ പെർസെന്റേജ് എറർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ടി ബൈ ടി എന്ന് എഴുതാൻ പറ്റും. ഇത് സിമ്പിൾ ആണ്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇവിടെ 2 ഇൻറ്റു ഡെൽറ്റ ന്യൂ. അപ്പൊ നമുക്ക് അടുത്ത താഴേക്ക് എഴുതാൻ പോകട്ടോ. ഡെൽറ്റ ന്യൂ 5 ആണ് കേട്ടോ, മറക്കണ്ട. സോ 2 ഇൻറ്റു ഡെൽറ്റ ന്യൂ. സോ 2 ഇൻറ്റു ഡെൽറ്റ ന്യൂ എത്ര? 5 ആണ്. ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ന്യൂ ഉണ്ട്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് തോന്നുന്നു. യെസ്, ഫ്രീക്വൻസി 500 ഹെർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 500 ഈസ് ഈക്വൽ ടു എന്താണ്? ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ടി ബൈ ടി ആണ്. ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ഇതാണ് കാണാൻ പറഞ്ഞത്, പെർസെന്റേജ് ചേഞ്ച് ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാൻ എളുപ്പമല്ലേ? ഓക്കെ, ഇനി ചെയ്യാൻ എളുപ്പമാണ്. 5 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താണ്? 2/100 അല്ലെ? 2/100. അപ്പൊ രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/100, അതായത് 2/100. 2/100 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0.02 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് പെർസെന്റേജ് എററാണെങ്കിൽ ഇൻറ്റു 100 കൂടെ ചെയ്താൽ മതി. സോ 0.02 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.02 എന്ന് പറഞ്ഞാൽ 2% ആണ്. സോ ദ ആൻസർ വിൽ ബി 2%. അപ്പോൾ 2% ഇവിടെ ഉണ്ടോ? യെസ്. സോ 2% ആണ് ആൻസർ. അതായത് ഡെൽറ്റ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 2% ആവും. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. സോ സിമ്പിൾ പരിപാടിയാണ്, അത്രേ ഉള്ളൂ. വലിയ തോതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സോ അതോടുകൂടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയേക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. ഓക്കെ, അപ്പൊ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ്? 2 waves are represented by y1 equal to 4 sin 404 pi t. അപ്പൊ എഴുതി വെക്കാം. y1 is equal to 4 sin എത്ര? 404 pi t ആണ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് y2 is equal to എത്ര? y2 എത്ര കിട്ടി? y2 is equal to 3 sin. ഓക്കെ, 3 sin എന്താ പറയാ? 400 pi t എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത് എല്ലാത്തിനും ബീറ്റ് ഫ്രീക്വൻസി ഉണ്ട്. സോ ബീറ്റ് ഫ്രീക്വൻസി കാണണം. അതേപോലെ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം ഇന്റൻസിറ്റി, അത് രണ്ടും കാണണം. എല്ലാ ഇക്വേഷനിലും അതാണ്. നമുക്ക് കാണേണ്ട സാധനം ഏതൊക്കെയാണ്? ബീറ്റ് ഫ്രീക്വൻസി ആദ്യം കാണണം. ഓക്കെ, ബീറ്റ് ഫ്രീക്വൻസി കാണണം. അതേപോലെ മാക്സിമം ടു മിനിമം ഇന്റൻസിറ്റി, അതായത് ഐ മാക്സ് ബൈ ഐ മിനിമം കാണണം. അപ്പൊ ഇത് രണ്ടും നമുക്ക് കാണണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ജനറൽ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് y ഈസ് ഈക്വൽ ടു എന്താ പറയാ? എ സൈൻ എന്താ പറയാ? ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ കെ എക്സ് പറഞ്ഞ 0 ടേം ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം നോക്കണ്ട. y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എടുത്താൽ മതി. അപ്പൊ ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ഞാൻ ഇതിനെ A1 എന്ന് വിളിക്കുകയാണ്. A1 സൈൻ, ഇവിടെ ഞാൻ ഒമേഗ 1 ഇൻറ്റു ടി എന്ന് എഴുതുകയാണ്. പിന്നെ ഞാൻ A2 സൈൻ ഒമേഗ 2 ഇൻറ്റു ടി എന്ന് എഴുതുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഫ്രീക്വൻസി കിട്ടണം. ബീറ്റ് ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്താണ്? F2 മൈനസ് F1 അല്ലെങ്കിൽ F1 മൈനസ് F2. മൈനസ് ആവില്ല ഫ്രീക്വൻസി, അതുകൊണ്ട് ആ കാര്യം പേടിക്കണ്ട. സോ നമുക്ക് ഇവിടെ ആദ്യം ഒമേഗ 1 ടിക്ക് ആര് ഈക്വൽ ആണ്? 40 പൈ ടി ഈക്വൽ ആണ് അല്ലെ? സോ ഒമേഗ 1 എന്താ പറയാ? ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 40 പൈ ടി ആണ് അല്ലെ? ടി ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ഒമേഗ ആണുള്ള ഇക്വേഷൻ 2πf ആണ്. സോ ഇവിടെ ഒമേഗ 1 ആയിട്ട് 2πf1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 404 പൈ ആണ്. സോ പൈ ക്യാൻസൽ ചെയ്തു. 2ഉം 404 വെട്ടിയാൽ 202 ആണ്. സോ F1 എത്ര കിട്ടി? 202 എന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ചെയ്യാൻ പറ്റും. A2 സൈൻ ഒമേഗ 2 ടി, അതായത് ഒമേഗ 2 എന്ന് പറഞ്ഞാൽ എത്ര? ഒമേഗ 2 എന്ന് പറഞ്ഞാല് 400 പൈ ടി ആണ്. അപ്പൊ എനിക്ക് കൊടുക്കാട്ടോ. ഒമേഗ 2t ഈസ് ഈക്വൽ ടു 400 പൈ ടി. ടി പോയിട്ടില്ല, അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ എവിടെ? അപ്പൊ ഇത് അവിടെ ഉണ്ട്. ഒമേഗ 2t ഈസ് ഈക്വൽ 400 പൈ ടി. അപ്പൊ ടി വെട്ടി അല്ലെ? ഒമേഗ 2πf ആണ്. ഒമേഗ 2 പറഞ്ഞാൽ 2πf2 നിർത്താം. ഈസ് ഈക്വൽ ടു 400 പൈ. ഇപ്പൊ പൈ വെട്ടി, പിന്നെ 2ഉം 400 വെട്ടി 200 കിട്ടും. സോ F2 എത്ര കിട്ടി? F2 വിൽ ബി എത്ര കിട്ടി? 200 കിട്ടി അല്ലെ? അപ്പൊ F2 വിൽ ബി 200 കിട്ടും. അപ്പൊ ഇനി ബീറ്റ് ഫ്രീക്വൻസി പറഞ്ഞാൽ F1 മൈനസ് F2 അല്ലെങ്കിൽ F2 മൈനസ് F1 ഏതാണ് കൂടുതൽ അതിന് ചെറുത് മൈനസ് ചെയ്യുക. സോ എന്ത് കിട്ടും? 202 മൈനസ് 200. അപ്പൊ എത്ര കിട്ടും? 2 ഹെർട്സ്. സോ ബീറ്റ് ഫ്രീക്വൻസി 2 ഹെർട്സ് എന്ന് കിട്ടി. നമുക്ക് എവിടെയെങ്കിലും ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി 2 ഹെർട്സ് എന്നുള്ള ഇക്വേഷൻ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? യെസ് ഉണ്ട്. ഇവിടെയും ബീറ്റ് ഫ്രീക്വൻസി 2 ഹെർട്സ് ആണ്, ഇവിടെയും ബീറ്റ് ഫ്രീക്വൻസി 2 ഹെർട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ 2 ഓപ്ഷൻ വെട്ടിക്കളയാം. ഇതും വേണ്ട, അതേപോലെ തന്നെ ഇതും വേണ്ട, കാരണം ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഐമാക്സ് ബൈ ഐ മിനിമം അല്ലെ? അപ്പൊ ഐമാക്സ് ബൈ എന്താ പറയാ? ഐ മിനിമം ആണ് നമുക്ക് ഇനി കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഐമാക്സ് ബൈ ഐ മിനിമം അല്ലെ? അപ്പൊ ആ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. ഐമാക്സ് ബൈ ഐ മിനിമം. നമുക്കറിയാം മാക്സിമം എന്താ പറയാ? ഇന്റൻസിറ്റി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഐമാക്സ് കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? നമുക്കറിയാം A1 പ്ലസ് A2. ഇത് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ A1 പ്ലസ് A2 ഹോൾ സ്ക്വയർ ആണ് ഐമാക്സ് എന്ന് പറഞ്ഞാൽ. ഐ മിനിമം എന്ന് പറഞ്ഞാലോ A1 മൈനസ് A2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോ A1 A2 ഇവിടെ ഓൾറെഡി ഗിവൺ ആണ്. A1 4 ആണ്, A1 4 ആണ്, A2 3 ആണ് അല്ലെ? സോ A1 എത്ര? 4 ആണ്. അതേപോലെ A2 എത്ര? 3 ആണ്. ഓക്കെ അല്ലേ?
അപ്പോൾ A1 പ്ലസ് A2 അതായത് 4 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ A1 മൈനസ് A2 4 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ A ആണ്. സോ Aന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് 3 എത്ര 1 ഒന്നിന്റെ സ്ക്വയർ A സ്ക്വയർ എത്ര 49 49:1 എനിക്ക് 49/1 സോ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം യെസ് 49:1 സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി രണ്ട് ഓപ്ഷനെ ബാക്കിയുള്ളത് ഒന്ന് 1:49 ആണ് അപ്പോൾ അതല്ല സോ ദ ഓപ്ഷൻ വിൽ ബി 24B ഓക്കെ അപ്പോൾ ഓപ്ഷൻ വിൽ ബി ഏതാണ് 24B ആണ് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ സിമ്പിൾ പരിപാടി സിമ്പിൾ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ വലിയ തോതിൽ തലവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം സോ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം ടോപ്പർ എഫക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പേടിക്കണ്ട നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും എന്താ പറയാ വെറുതെ അല്ല എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സോ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്താ സംഭവം നോക്കാം ഓക്കെ 29ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി സിമ്പിൾ പരിപാടിയാണ് ഓക്കെ അപ്പോ അതിന് ഓർഗൻ പൈപ്പ് ക്വസ്റ്റ്യൻ അതാ ഞാൻ വായിക്കാട്ടോ അതിന് ഓർഗൻ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ഓർഗൻ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ് സോ അതിന്റെ പേര് ക്ലോസ്ഡ് പൈപ്പ് എന്നാണ് ഓക്കെ ആസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് 1500 ഹെർട്സ് ഇപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര ന്യൂ വൺ നമ്മൾ വിളിക്കുക അല്ലെ അത് 1500 ഹെർട്സ് ആണ് ഓക്കെ 1500 ഹെർട്സ് ആണ് 1500 ഹെർട്സ് ആണ് ഓക്കെ എന്താ പറഞ്ഞത് മാക്സിമം നമ്പർ ഓഫ് ഓവർടോൺ എത്ര ഓവർടോൺ വരും എന്നാ ചോദിച്ചു ഓക്കെ എത്ര ഓവർടോൺ വരും എന്നാ ചോദിച്ച് ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലാത്ത ബാക്കി എല്ലാ ഫ്രീക്വൻസികളെയും നമുക്ക് ഓവർടോൺ എന്ന് വിളിക്കാം ഓക്കെ ജനറേറ്റഡ് ബൈ ദ പൈപ്പ് വിച്ച് എ നോർമൽ പേഴ്സൺ ക്യാൻ ഹിയർ ഓക്കെ നോർമൽ പേഴ്സൺ ക്യാൻ ഹിയർ എന്ന് പറഞ്ഞാൽ ഓഡിബിൾ ഫ്രീക്വൻസി ആണ് നോർമൽ പേഴ്സൺ ക്യാൻ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സൺ ക്യാൻ ഹിയർ ഓക്കെ ഒരു നോർമൽ പേഴ്സണ് എത്ര വരെ കേൾക്കാൻ പറ്റും 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ കേൾക്കാൻ പറ്റും അല്ലെ സോ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ കേൾക്കാൻ പറ്റും അതായത് 20,000 ഹെർട്സ് ഓക്കെ 20,000 ഹെർട്സ് വരെ എന്താ പറയാ ഈ സാധനത്തിന് എത്ര ഓവർടോൺ ഉണ്ട് എന്നാ ചോദിച്ചു ഓക്കെ അല്ലെ അപ്പൊ നമുക്കറിയാം എന്താണ് ക്ലോസ്ഡ് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് എഴുതി വെക്കാം U1 എത്ര 1500 ഹെർട്സ് ആണ് ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇനി നമുക്ക് ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ സെക്കൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്ലോസ്ഡ് പൈപ്പ് ആയതുകൊണ്ട് µ2 = 3µ1 ആയിരിക്കും അല്ലെ നമുക്ക് എന്ത് കിട്ടും µ2 = 3 × µ1 എത്ര 1500 അപ്പൊ എത്ര കിട്ടി 4500 ആയി അപ്പൊ ഒന്നായി എത്ര ഓവർടോൺ ഉണ്ടെന്നല്ല ചോദിച്ചു 20,000 വരെ പോകാം അതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല അപ്പൊ ഒരു ഓവർടോൺ ആയി ഒന്ന് ഇനി നമുക്ക് അടുത്ത വൈബ്രേഷൻ അപ്പൊ സെക്കൻഡ് മോഡില് µ2 കിട്ടി ഇനി തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ µ3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിന്റെ 3 കഴിഞ്ഞാൽ 5µ1 വരെ കാരണം ഓഡ് ഹാർമോണിക്സ് മാത്രമല്ലേ പോസിബിൾ ആവുള്ളൂ സോ 5 × µ1 എത്ര 1500 ആണ് സോ 5 × 1500 എത്ര വരും 5 × 1500 എത്ര വരും 5 × 1500 ചെയ്താൽ 7500 വരും ഓക്കെ ഇനി അടുത്തത് µ4 ആണ് µ4 എന്ന് പറഞ്ഞാൽ എത്ര 5 കഴിഞ്ഞാൽ 7µ1 ആയിരിക്കും സോ 7 × 1500 എത്ര വരും 7 × 1500 7 × 1500 ചെയ്താൽ 10,500 എന്ന് കിട്ടും അപ്പൊ എത്ര എണ്ണമായി 1 2 3 20,000 വരെ പോട്ടോ ഇനി µ4 കാണണം µ4 എന്ന് പറഞ്ഞാൽ 7 ആണ് ലാസ്റ്റ് അപ്പൊ എന്ത് കിട്ടും 9µ1 എന്ന് കിട്ടും സോ 9 × 1500 9 × 1500 എത്ര വരും 9 × 1500 13,500 എന്ന് വരും അപ്പൊ 4 എണ്ണമായി ഓക്കെ ഇനി µ5 കാണാം µ5 എന്ന് പറഞ്ഞാൽ 9 കഴിഞ്ഞാൽ 11µ1 ഓൺലി ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ അപ്പൊ 11 × 1500 അത് ചെയ്താൽ എത്ര വരും 11 × 1500 ചെയ്താൽ യു വിൽ ഗെറ്റ് 16,500 എത്ര കിട്ടും 16,500 അപ്പൊ 5 എണ്ണമായി ഓക്കെ അപ്പോ 5 എണ്ണായില്ലേ 1 2 3 4 5 ഓക്കെ ഇനി ആറാമത്തേക്ക് പോവാം ഇനി ഒന്നുകൂടെ ഉണ്ടാവും ചിലപ്പോ 16,500 ഇനി µ6 ഒന്ന് ചെയ്ത് നോക്കാം 13µ1 വരും ഒക്കെ ഓടായിട്ട് ഇങ്ങനെ കൂട്ടിയാൽ മതി കണ്ടോ 5 7 9 11 13 സോ 13 × 1500 അത്ര വരും 19,500 എന്ന് വരും അപ്പൊ ആറാമത്തായി ഇനി µ7 കണ്ടോക്കാം µ7 എന്ന് പറഞ്ഞാൽ എന്ത് വരും 15 ഓക്കെ 15µ1 എന്ന് വരും അത് ചെയ്താൽ നമുക്ക് ഉറപ്പാണ് 15 × 15,500 ചെയ്ത 1500 ചെയ്ത 22 എന്താ പറയാ 500 എന്ന് വരും ഓക്കെ പക്ഷെ 20,000 വരെ അലൗഡ് ഉള്ളൂ കാരണം ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഓഡിബിൾ ഫ്രീക്വൻസി 20,000 വരെ പറ്റുള്ളൂ സോ അപ്പൊ ഇത് 7 എണ്ണമായി കൂട്ടാൻ പാടില്ല അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ട് കൂട്ടി നോക്കി മൊത്തം എത്ര എണ്ണം ഉണ്ട് 1 2 3 4 5 വേറെ മൊത്തം എത്ര എണ്ണം പോസിബിൾ ആ 6 എണ്ണം പോസിബിൾ ആണ് അപ്പൊ നമുക്ക് നോക്കാം 6 എണ്ണം ഉണ്ടോ യെസ് 6 എണ്ണം ഉണ്ട് ഓപ്ഷനിൽ യെസ് 6 എണ്ണം ഉണ്ട് അപ്പൊ അത് ഓപ്ഷൻ വിൽ ബി സി ആണ് ഓക്കെ ഓപ്ഷൻ വിൽ ബി സി ആണ് സോ വളരെ സിമ്പിൾസ് പരിപാടിയാണ് അപ്പൊ ഇത് പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ 6 എണ്ണമാണ് മൊത്തം ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെറൈറ്റി ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇങ്ങനെ ചെയ്യണമല്ലോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നോക്കി നോക്കാം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എന്താണ്
എയർ ഈസ് ബ്ലോൺ ഇൻ ടു അറ്റ് ദ മൗത്ത് ഓഫ് ആൻ ഓപ്പൺ ട്യൂബ്. ഓപ്പൺ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പൈപ്പാണ്. ഓക്കെ, ലെങ്ത് എത്ര? ഓഫ് ലെങ്ത് 25 സെന്റിമീറ്റർ ആൻഡ് ഡയാമീറ്റർ 2 സെന്റിമീറ്റർ. ഡയമീറ്റർ ഞാൻ ഡി എന്ന് വിളിക്കുകയാണ്. എത്ര? 2 സെന്റിമീറ്റർ ആണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ, അപ്പൊ എയറിലെ വെലോസിറ്റി സൗണ്ട് എത്രയാണ്? 330 ആണ്. അങ്ങനെയെങ്കിൽ ദ എമിറ്റഡ് ഫ്രീക്വൻസീസ് ആർ, അതായത് ഈ ഒരു ഓപ്പൺ പൈപ്പ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. അതായത് ന്യൂ1, ന്യൂ2, ന്യൂ3 മൂന്നെണ്ണമാണ് അവിടെ ഉള്ളത്. സോ അത്ര കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അതെങ്ങനെ കാണും? നമുക്കറിയാം ക്വസ്റ്റ്യൻ ഓൾറെഡി ഗിവൺ ആയ സാധനം എന്താണ്? ഒരു ഓപ്പൺ പൈപ്പാണ്. സോ ഓപ്പൺ പൈപ്പ് ന്യൂ1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V/2L ആയിരിക്കും. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ അല്ലെ. സോ ന്യൂ1 ഈസ് ഈക്വൽ ടു വി എത്ര? വി തന്നിട്ടുണ്ട് 330 ആണ്. സോ 330 ഓൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലെങ്ത് എത്ര? 25 സെന്റിമീറ്റർ ആണ്. സോ 25 സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 0.25 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ കൊടുക്കുക 0.25. സോ ഇത് ചെയ്താൽ ന്യൂ1 എത്ര കിട്ടും? ഇത് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ1 660 ഹേർട്സ് എന്ന് കിട്ടും. സോ 660 തുടങ്ങുന്ന ആൻസേഴ്സ് ഉണ്ടോ നോക്കാം. ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്, ബാക്കിയൊക്കെ വെട്ടിക്കളയാം. അപ്പൊ 660 തുടങ്ങണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ന്യൂ2 കാണണം. ന്യൂ1 എന്ന് പറഞ്ഞാൽ കിട്ടി. ന്യൂ2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പൺ പൈപ്പ് ആയതുകൊണ്ട് 2 ന്യൂ1 ആയിരിക്കും. ന്യൂ3 എന്ന് പറഞ്ഞാലോ 3 ന്യൂ1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂ1 എത്ര കിട്ടി? 660 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ന്യൂ1 660 കിട്ടി. അപ്പൊ ഇനി രണ്ടാമത്തെ 2 ഇൻറ്റു 660 ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. പിന്നെ 3 ഇൻറ്റു മൂന്നാമത്തെ 3 ന്യൂ1 3 ഇൻറ്റു 660 ചെയ്യാം. ഓക്കെ, 2 ഇൻറ്റു 660 ചെയ്താൽ എത്ര കിട്ടും? 2 ഇൻറ്റു 660 ചെയ്താൽ 1320 എന്നും 3 ഇൻറ്റു 660 ചെയ്താൽ 2640 ഒന്നും കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടോ? ഏതുണ്ട്? യെസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ പൈപ്പ് ആണ്. സോ ആദ്യം ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ, പിന്നെ നമുക്കറിയാം ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ് ഇവിടെ. സോ അങ്ങനെ ചെയ്താൽ മതി. സോ സിമ്പിൾ. നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യന് പോവാം. ഡോപ്ലർ എഫക്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യന് പോവാം. ഓക്കെ, ഡോപ്ലർ എഫക്റ്റ് എന്തായാലും ചോദിക്കുന്നുള്ളതാണ്. സോ നമുക്ക് ഇനി അത് ചെയ്യാം. സോ ദിസ് വിൽ ബി അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ. സോ ഈ സെക്ഷനിലെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ നോക്കാം. സോ 35 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 35 ആണ് ക്വസ്റ്റ്യന്റെ നമ്പർ. അത് വിഷയമല്ല. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. സോ ഇത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡോപ്ലർ എഫക്റ്റ് പക്കാവും. An observer എന്താ പറയാ, ഈ സ്റ്റാൻഡിങ് ഓൺ എ റെയിൽവേ ക്രോസിംഗ്. ഓക്കെ, അപ്പൊ an observer സ്റ്റാൻഡിങ് ഓൺ എ റെയിൽവേ ക്രോസിംഗ്. അപ്പൊ ഒരു ഒബ്സർവർ ഇതാണ്. ഓക്കെ, അപ്പൊ ഒബ്സർവർ ആണ്. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അപ്പൊ ഒരു ഒബ്സർവർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് റെയിൽവേ ക്രോസിന്റെ അവിടെ. അയാൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയണില്ല അല്ലെ. അപ്പം അയാൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ലിസണർ തന്നെയാണ്. സോ അയാൾ മൂവ് ചെയ്യാത്തതുകൊണ്ട് വെലോസിറ്റി ഓഫ് ഒബ്സർവർ അല്ലെങ്കിൽ ലിസണർ VL ഈസ് ഈക്വൽ ടു 0 എടുക്കാം. ഓക്കെ, റിസീവ്സ് എ ഫ്രീക്വൻസി. ഓക്കെ, റിസീവ്സ് എ ഫ്രീക്വൻസി. എന്തൊക്കെ ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നത്? 2.2 ഹെർട്സ് ആൻഡ് 1.8 ഹെർട്സ്. അപ്പൊ രണ്ട് ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നുണ്ട്. ഒന്ന് 2.2 കിലോ ഹെർട്സും 1.8 കിലോ ഹെർട്സും. എപ്പോഴൊക്കെ റിസീവ് ചെയ്യുന്നത്? വെൻ ദ ട്രെയിൻ അപ്രോച്ചസ് ആൻഡ് റിസീഡ്സ് ദ ഒബ്സർവർ. അപ്പൊ നമ്മളെ ട്രെയിന്, അപ്പൊ ഇതായിക്കോട്ടെ നമ്മുടെ ട്രെയിൻ ഇയാളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീക്വൻസി 2.2 കിലോ ഹെർട്സ് ആണ്. അതേപോലെ ട്രെയിൻ ഇയാളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസിയാണ് 2.2 കിലോ ഹെർട്സ്. അതേപോലെ ട്രെയിൻ അയാളെ വിട്ടിട്ട് ഇങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ, അതായത് എന്താ പറയാ, റിസീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാൾ ലീവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീക്വൻസി എത്ര? 1.8 കിലോ ഹെർട്സ് ആണ്. ഇതെല്ലാം ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ട്രെയിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. സോ ട്രെയിനിനെ നമുക്ക് എന്താ പറയാ, അപ്പൊ ട്രെയിനിന്റെ വെലോസിറ്റി അതാണ് സോഴ്സ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. അപ്പൊ നമുക്ക് അത് VS എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ട്രെയിൻ തന്നെയാണ്. എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നൊക്കെ ട്രെയിൻ തന്നെയാണ്. VS എന്ന് പറഞ്ഞാൽ കിട്ടി. ഓക്കെ, നമ്മോട് ചോദിച്ചത് എന്താണ്? അതിന്റെ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ. ഓക്കെ, ട്രെയിനിന്റെ വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചത്. ട്രെയിനിന്റെ വെലോസിറ്റിയാണ് ചോദിച്ചത്. അതായത് VS എത്രയാണെന്നാണ് ചോദിച്ചത്. കാരണം VS ആണ് സോഴ്സ്, അതാണ് ട്രെയിൻ. അപ്പൊ VS എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡോപ്ലർ എഫക്റ്റ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എന്താ ഡോപ്ലർ എഫക്റ്റ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ? ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു അല്ലെ V മൈനസ് VL ബൈ എന്താ പറയാ V മൈനസ് VS. ഓക്കെ, അതേ ഇൻറ്റു എന്താണ്? ന്യൂ ആണ്. ഇവിടെ V തന്നിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ ഇത് അവിടെ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അതും തന്നിട്ടുണ്ട്. എത്ര? 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്ര? 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ കാണേണ്ടത് സോഴ്സിന്റെ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ VL 0 ആണല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഇവിടെ VLന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻ കിട്ടും. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു V ബൈ എന്താ കിട്ടുക? V ബൈ V മൈനസ് VS ഇൻറ്റു എന്ത് കിട്ടും? ന്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഇനി ഇവിടെ രണ്ട് കേസ് ആക്കാൻ പോവാണ്. ആദ്യം എന്താ പറയാ, ഈ സോഴ്സ് എന്താ പറയാ ഇയാളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു കേസ്. ഓക്കെ, അതായത് നമ്മൾ ട്രെയിൻ ഇയാളത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കേസ്, ട്രെയിൻ ഇയാളെ വിട്ടു പോകുമ്പോൾ ഉള്ളത് രണ്ടാമത്തെ കേസ്. ട്രെയിൻ ഇയാളെ വിട്ടു പോകുമ്പോൾ ഉള്ളത് രണ്ടാമത്തെ കേസ്. അങ്ങനെ രണ്ട് കേസ് ആക്കിയിട്ട് ഞാൻ അതിനെ മാറ്റുകയാണ്.
പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഒറിജിനൽ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടില്ല. സോ അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒന്നാമത്തെ കേസിൽ എന്താണ്, അപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾ നോക്കാൻ പോകണം. ഇവിടെ ഇക്വേഷൻ കൊടുക്കാൻ പോവാം. സോ ഇവിടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂ ഡാഷ് എത്രയാണെന്ന് ഓൾറെഡി ഗിവൺ ആണ്. എത്ര ഇവിടുത്തെ ന്യൂ ഡാഷ് ആണ് ഇത്, എത്ര 2.2 എന്താ പറയുക കിലോ ഹെർട്സ്. സോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോട്ടെ. ഈ ഇക്വേഷനിൽ ന്യൂ ഡാഷ് എത്രയാണ് 2.2. ഓക്കെ, അതേ ഈസ് ഈക്വൽ ടു വി എത്ര നമുക്കറിയാം. വി എത്ര, വി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് സൗണ്ട് ഓഫ് എയർ 300 ആണ്. ഓക്കെ, 300 ഇൻറ്റു ന്യൂ ഓൾ ഡിവൈഡ് ബൈ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്. അതായത് ഇത് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്. ആര് അപ്രോച്ച് ചെയ്യാണ്, ഇയാളടുത്തേക്ക് ഈ സൗണ്ട് അപ്രോച്ച് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച സംഗതി ഉണ്ട്, ഇവിടെ എഴുതിയിട്ട് പഠിച്ചിട്ടുണ്ട്. സൗണ്ട് ടുവേർഡ്സ് ദ ലിസ്ണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സൗണ്ട് ടുവേർഡ്സ് ദ ലിസ്ണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവിടെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇയാളടുത്തേക്ക് ഈ സൗണ്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒബ്സർവറിന്റെ അടുത്തേക്ക് ഈ സൗണ്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ അപ്പൊ ഈ വി എസ് പോസിറ്റീവ് ആയിരിക്കും. വി എസ് പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇവിടെ വി എസ് നെഗറ്റീവ് ആവുമ്പോഴല്ലേ നെഗറ്റീവ് കൂടി പ്ലസ് ആവുള്ളൂ. സോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, സൗണ്ട് ടുവേർഡ്സ് ലിസ്ണറിന്റെ അടുത്തേക്ക് സൗണ്ട് വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് സോഴ്സ് ആണ് വരുന്നത്, അപ്പൊ അയാൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് ഇവിടുത്തെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് നേരെ കൊടുക്കാനുള്ളതായി എന്തായി, ന്യൂ ഡാഷ് എത്ര 2.2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 300 ന്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, 300 ന്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെ എന്താ ഉള്ളത്, വി മൈനസ് വി എസ്. ഓക്കെ, വി മൈനസ് വി എസ്. സോ ഇത് ഇക്വേഷൻ നമ്പർ 1. സോ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റിസീവ് ചെയ്യുമ്പോഴുള്ള കേസാണ്. അപ്പൊ റിസീവ് ചെയ്യുമ്പോഴുള്ള കേസാണ്. അപ്പൊ ന്യൂ ഡാഷ് ആ റിസീവ് ചെയ്യുമ്പോൾ സമയത്ത് എത്ര 1.8 ആണ്. സോ 1.8 ഈസ് ഈക്വൽ ടു വി എത്രയാണ്, അത് അഗെയിൻ 300 ആണ്. സോ 300 ന്യൂ അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വി മൈനസ് വി എസ് ആണ്. സൗണ്ട് ലിസ്ണറിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. പക്ഷെ സൗണ്ട് ലിസ്ണറിനെ വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു സോഴ്സിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കണം, അല്ലെ, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ വി എസ് എന്ത് വരും, ഒരു നെഗറ്റീവ് കൊടുക്കണം വി എസ്. അതായത് വി മൈനസ്, ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, മൈനസ് എന്ത് വരും, വി എസ് എന്ന് വരും. അതായത് നമ്മൾ വിട്ടു പോകുമ്പോൾ മൈനസ് ഒന്നും, അടുത്തേക്ക് വരുമ്പോൾ പ്ലസ് ഒന്നും കൊടുക്കണം. ആർക്ക്, സോഴ്സിന് മാത്രം കൊടുത്താൽ മതി. സോ മൈനസും ക്യാൻസൽ ആയത് പ്ലസ് ആവും. സോ എന്ത് കിട്ടും, വി പ്ലസ് വി എസ് എന്ന് കിട്ടും. ഇത് ഈ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ വി നമുക്ക് ഓൾറെഡി അറിയാം 300 ആണ്. ഞാൻ മുകളിൽ കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം, ഇത് കുറച്ച് ലോങ് കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഏത് ഡിവൈഡ് ചെയ്യാം, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. 1 ഡിവൈഡ്, ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. നിങ്ങൾ 1 ഡിവൈഡ് ബൈ 2 ചെയ്യാം. സോ 1 ഡിവൈഡ് ബൈ 2 എന്ത് കിട്ടും, 1 ഡിവൈഡ് ബൈ 2. 1 എന്താണ്, ആദ്യം എൽ എച്ച് എസ് കണ്ട് ഇക്വേറ്റ് അവിടെ 2.2 ആണ്. സോ 2.2 ഡിവൈഡ് ബൈ ഇവിടെ 1.8 ആണ്. 1.8 ഈസ് ഈക്വൽ ടു ഇവിടെ 300 ന്യൂ അല്ലേ. സോ 300 ന്യൂ ഓൾ ഡിവൈഡ് ബൈ എന്താണ്, വി മൈനസ് വി എസ്. അതേ ഓൾ ഡിവൈഡ് ബൈ 300 ന്യൂ ബൈ വി പ്ലസ് വി എസ് അല്ലെ. സോ 300 എന്താ പറയാ ന്യൂ ബൈ എന്താ പറയാ വി പ്ലസ് വി എസ്. സോ 300 ന്യൂ ക്യാൻസൽ ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ വി മൈനസ് വി എസ് നമ്മൾ നേരെ ഇങ്ങോട്ട് മുകളിൽ കൊടുക്കും അല്ലെ. അതിന് നേരെ മുകൾക്ക് എല്ലാം എടുക്കുക, എസ് മുകൾക്ക് എടുക്കും. അപ്പൊ എന്ത് കിട്ടും നോക്കാം. സോ അത് കിട്ടും. അപ്പൊ എന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിന് 2.2 ഡിവൈഡ് ബൈ 1.8 ഈസ് ഈക്വൽ ടു വി പ്ലസ് വി എസ്. വി എന്ന് പറഞ്ഞാൽ 300 ആണ്. ഓക്കെ, 300 അല്ലേ, 300 പ്ലസ് വി എസ് ഓൾ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ്. ഈ താഴത്തെ സാധനം 300 മൈനസ് എന്താ പറയാ വി എസ്. ഇത് രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, 2.2 ഇൻറ്റു 300 മൈനസ് വി എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1.8 ഇൻറ്റു 300 പ്ലസ് വി എസ് എന്ന് കിട്ടും അല്ലെ. 300 പ്ലസ് വി എസ് എന്ന് കിട്ടും അല്ലെ, 300 പ്ലസ് വി എസ് എന്ന് കിട്ടും. ഇനി ഇത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പൊ അത് മൊത്തം ചെയ്തോ 2.2 ഇൻറ്റു 300 മൈനസ് 2.2 ഇൻറ്റു വി എസ്. അത് ഈസ് ഈക്വൽ ടു ഇവിടെ ചെയ്തോ 1.8 ഇൻറ്റു 300 പ്ലസ് 1.8 ഇൻറ്റു വി എസ്. ഓക്കെ, 1.8 ഇൻറ്റു വി എസ്. ഇനി എന്താ വെച്ചാൽ ഈ മൈനസ് 2.2 ഞാൻ ഇങ്ങോട്ട് എടുക്കും, ഈ 1.8 ഇൻറ്റു 300 ഞാൻ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്ത് കിട്ടും, കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ ചെയ്യാണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം. സോ 2.2 ഇൻറ്റു 300 മൈനസ് 1.8 ഇൻറ്റു 300. ഓക്കെ, ഈസ് ഈക്വൽ ടു 1.8 വി എസ് പ്ലസ് മൈനസ് 2.2 വി എസ് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 2.2 വി എസ് എന്ന് കിട്ടും. ഓക്കെ, സോ 2.2 വി എസ് പ്ലസ് 1.8 വി എസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 4 വി എസ് എന്ന് വരും അല്ലെ. ഇനി ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇവിടെ 300 ഉണ്ടല്ലോ, രണ്ടിടത്തും 300 ഉണ്ട്. സോ 300 കോമൺ ആക്കി എടുത്താൽ മതി. സോ 300 കോമൺ ആക്കി എടുക്കുമ്പോൾ എന്താ കിട്ടുക, ഇവിടെ 2.2 ഉണ്ടാവും. സോ 2.2 മൈനസ് 1.8. സോ 300 ഇൻറ്റു 2.2 മൈനസ് 1.8 എന്ന് പറഞ്ഞാൽ അത് 0.4 ആയിരിക്കും. 0.4 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വി എസ് എന്ന് കിട്ടും. 4 ഇൻറ്റു വി എസ് എന്ന് കിട്ടും. അപ്പോൾ
ഇനി ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എന്താ വെച്ചാൽ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്റെ കയ്യിൽ ഇത് ഇങ്ങനത്തെ ഇതാണ് ഇതിന്റെ മെത്തേഡ്. ചിലപ്പോൾ ചെറിയ കാൽക്കുലേഷൻ എറർ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളത് വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ 30 എന്ന് കിട്ടും. എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 3 അല്ല 30. ഈ ഓപ്ഷൻ കണ്ടോ? 300, 3, 30. സോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പൊ നന്നായിട്ട് പോയി ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു. സോ താങ്ക് യു.